ഹലോ, നമുക്കിന്ന് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡേറ്റ്സ് ഒരു 250 ഗ്രാംസ്, പിസ്ത, കാഷ്യൂ, ബദാം ഇത് മൂന്നും 50 ഗ്രാംസ് വെച്ച്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്ര മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. സോ നമുക്ക് ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നട്ട്സ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിങ്ങനെ കാഷ്യൂ ഇങ്ങനെ ചോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നട്ട്സ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിസ്ത, ബദാം, കാഷ്യൂ നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ്. ഇത് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഭയങ്കര ഈസിയാണ്. ഇനി അതിന് മുന്നേ നമ്മളിവിടെ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഇതിൻ്റെ കുരു മാത്രമായിട്ട് മാറ്റി ഇങ്ങനെ വെക്കുക. അതിന് ജസ്റ്റ് ഇങ്ങനെ എല്ലാത്തിനെയും കുരു കളഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ്സ് ഫുള്ളായിട്ട് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലൊരു പാൻ ആദ്യം ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. പാൻ ചൂടായതിനു ശേഷം നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ച നട്ട്സ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ സെയിം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നില്ല, 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് ഈ ഡേറ്റ്സ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഇത് നല്ല സോഫ്റ്റായിട്ട് വരുന്ന വരെ. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും ഡേറ്റ്സ്. ഇനി നമുക്ക് ഈ ഡേറ്റ്സ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്ത ഡേറ്റ്സ് പാനിലേക്ക് ഇടുക. ഒപ്പം തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ നട്ട്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ശേഷം ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ നന്നായിട്ട് ബ്ലെൻഡായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ മിക്സായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. കണ്ടോ? ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ നോർമൽ പേപ്പറിലോ ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. നമ്മുടെ ബാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിലൊരു 1 to 2 hours വെക്കേണ്ട ആവശ്യമുണ്ട്. എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് നമ്മൾ ഫ്രീസറിൽ ഒരു 1 to 2 hours വെക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് സെറ്റാവും. അതിനുശേഷം നമുക്കത് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം. സോ നമുക്കിതൊരു ഫ്രീസറിൽ 1 to 2 hours സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാർ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായി. ഇനി ഇത് നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇത് കുറച്ച് വേറെ പാത്രങ്ങളെല്ലാം ടേബിളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആ സൗണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുറിച്ച് എടുക്കാം. കണ്ടോ? ഇതുപോലെ നമുക്കിതിങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പുറത്തൊരു 1 week വരെ ഇതിരിക്കും. അതുപോലെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 1 month വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ആ ചോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം കൺസ്യൂമിങ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. സോ എന്താണെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്താണെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്. നമ്മളിത് പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അതിന് ഈ ഒരു ടേസ്റ്റ് അല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ ഡബിൾ ടേസ്റ്റ് കൂടുതലാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.